ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മളിന്നൊരു ബർത്ത്ഡേ ആഘോഷമാണ്, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ബർത്ത്ഡേ ആഘോഷം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മാർച്ച് 27. അപ്പോൾ പുള്ളി അടുത്തില്ലാഞ്ഞുകൊണ്ട് ഞാൻ തന്നെ ഒരു കേക്കൊക്കെ വാങ്ങി, എനിക്കിഷ്ടമുള്ളത് വാങ്ങി കട്ട് ചെയ്ത് നമ്മൾ ആഘോഷിക്കുമായിരുന്നു. പാവത്തിന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വരുമ്പോൾ ഞാൻ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഞാൻ തന്നെ അതൊക്കെ തിന്നു ഗൈസ്. നല്ല കേക്കായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. പിന്നെ ഞാൻ 2 ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടും 2 ദിവസമാണ്. ഒന്ന് ഞാൻ പോയി വാങ്ങി, ഒന്ന് അല്ലാണ്ട് ഓൺലൈൻ വരികയായിരുന്നു. അപ്പം 2 ദിവസമായിട്ടാണ് അൺബോക്സിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ പുള്ളി ബൻ തിന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ റെഡി ആയിട്ടിരുന്നതാണ്. അങ്ങനെ ഞാൻ ASMR രീതിയിലൊക്കെയാണ് അൺബോക്സ് ചെയ്യാൻ നോക്കുന്നത്. അതതിൻ്റെ തോന്നിയ വഴിക്കൊക്കെ തുറന്നു വന്നു. അപ്പോൾ ഇതൊരു ഡയോറിൻ്റെ ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ഒരു പെർഫ്യൂമാണ് ഗിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനെക്കാട്ടി നല്ല സ്മെല്ലായിരുന്നു ഇതിന്. നല്ല ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല സൂപ്പർ സ്മെല്ലാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഞാൻ തന്നെ അടിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞു നല്ലതാണ്, ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചേക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അന്നേരവും ബന്ന് തിന്നു. എന്നിട്ട് ഞാൻ 2 ഉമ്മയൊക്കെ ഗിഫ്റ്റ് ഇട്ട് കൊടുത്തപ്പോഴത്തേനും പുള്ളി ഇവിടെ ബന്ന് കുത്തിക്കയറ്റി നമുക്ക്. അങ്ങനെ 2ാമത്തെ ദിവസമാണ് അടുത്ത ഗിഫ്റ്റ് വന്നത്. അപ്പോഴത്തേനും ഞാൻ ഈ ഐഫോണിൽ ഫീച്ചർ ഇട്ട് കളിക്കുമായിരുന്നു, മറ്റേ ലവും മഴയൊക്കെ വരും, ഇങ്ങനെ DJ പോലൊക്കെ വരും, അതൊക്കെ ഇട്ട് കളിക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ അൺബോക്സിങ്ങിലേക്ക് കടന്നു. 2ാമത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബോസിൻ്റെ ഒരു ഹെഡ്ഫോണായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നിട്ട് അത് ഞാൻ അൺബോക്സ് ചെയ്യാണ്. നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇത്ര ഗ്രാൻഡായിട്ട് ഇത് വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതിൻ്റെ നല്ലൊരു ബാഗൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്താണ് ഹെഡ്ഫോൺ ഉണ്ടായിരുന്നത്. പിന്നെ ഇതെനിക്കിഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങ് ഓർഡർ ചെയ്തത്. എനിക്കിതിൻ്റെ വലിയ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, അത് വേറെ കാര്യം. പിന്നെ അതൊക്കെ ഞാൻ വെച്ച് ഇങ്ങനെ ഒരു DJ പോലൊക്കെ കാണിക്കുവാണ്. ഇത് വെച്ചപ്പോൾ എനിക്കൊരു DJ അങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു. സകല കൊക്കമ്പീച്ചി ഉണ്ട്. പിന്നെ ഇരുന്ന് ആട്ടമായിരുന്നു അതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കും ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മാനുവൽ ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ തിരിച്ചും മറച്ചും ഒക്കെ നോക്കി. എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയില്ല, അതുപോലെ അടച്ചു വെച്ചു, ഒന്നും മനസ്സിലായതുമില്ല. പിന്നെ എനിക്കെല്ലാം തന്നെ കണ്ടുപിടിക്കുന്നതാണ് ഇഷ്ടം പൊതുവേ. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബട്ടൺ ഉണ്ടായിരുന്നു, അതിട്ട് കണക്ട് ചെയ്തു. പിന്നെ ബോസിൻ്റെ തന്നെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു, ബോസ് മ്യൂസിക്കോ അങ്ങനെ കണ്ടു പറഞ്ഞിട്ട് അതും ഡൗൺലോഡ് ചെയ്ത് എന്തായാലും ബ്ലൂടൂത്ത് കണക്റ്റായി. എന്നിട്ട് ഞാൻ വെച്ചൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഇത് കണ്ടാൽ തോന്നി എൻ്റെ ബർത്ത്ഡേയാണ്, എനിക്ക് ഗിഫ്റ്റ് വാങ്ങി തന്നെയാണ്. പക്ഷേ അല്ല, ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് പൊതുവെ ഹെഡ്സെറ്റ് ഹെഡ്ഫോണൊന്നും ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ എന്നെക്കൊണ്ട് യൂസ് ചെയ്തൊക്കെ നോക്കിപ്പിക്കുകയാണ് കൊള്ളാമോ എന്നൊക്കെ. എന്നിട്ട് എന്നോട് പറഞ്ഞു ഫോട്ടോ എടുത്ത് തരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. പെർഫ്യൂമിൻ്റെ ഇതിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ റീപാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം. അന്നേരവും ബന്ന് തിന്നുവാണ് ഗൈസ്. ഈ ആക്കം കണ്ടാന്ന് തോന്നുന്നു 2 ദിവസമായിട്ട് ബന്നും പാർലേജി ബിസ്ക്കറ്റിലുമാണ് കളി നടക്കുന്നത് മൊത്തം. അപ്പോൾ പാർലേജി ബിസ്ക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് ചായ മുക്കി തിന്നാൻ. പൊതുവെ എനിക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമല്ല, പക്ഷെ പാർലേജി ഇങ്ങനെ ചായ മുക്കി തിന്നുമ്പോൾ ഒരു ഹരം കിട്ടും. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം പിന്നെയും പാക്ക് ചെയ്തൊക്കെ വെച്ച്. തലയൊക്കെ ചൊറിയുന്നുണ്ട് ഇടയ്ക്ക് കണ്ട. പിന്നെ ഞാൻ വീണ്ടും ഐഫോണിൻ്റെ ഫീച്ചറൊക്കെ ഇട്ട് കളിക്കുമായിരുന്നു. അതിന് തോന്നുമ്പോഴേ അത് വരത്തുള്ളൂ കേട്ടോ. നമ്മൾ ഞാൻ കാണിച്ചാലൊന്നും ചില സമയങ്ങളിൽ വരത്തില്ല. അതിന് പ്ലെയിൻ ഒരു ഏരിയയിൽ വെച്ച് കാണിച്ചാലൊക്കെ വരത്തുള്ളൂ. ഇത് വെച്ചിട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെവിക്ക് വേദന എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഷോയൊക്കെ കാണിച്ചിട്ട് ഞാൻ പോയി.